വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് വിഷ്ണുവും രാഘവൻ നായരും സുസ്മിതയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്. അമ്മ എന്തറിഞ്ഞിട്ടാണ്, കാര്യം അറിഞ്ഞിട്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. രാഘവൻ നായരും സത്യഭാമയെ അങ്ങ് ചോദ്യം ചെയ്യുകയാണ്. അന്നേരം എൻ്റെ മകളുടെ വയറ്റിലെ കുഞ്ഞിനെ പ്രോട്ടീൻ പൗഡറിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്നവളാണ് വസുമതി. അപ്പോൾ അവളെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന കേമനായ വക്കീൽ മോനും ആ ബന്ധം ഇനി എന്തായാലും വേണ്ട. അർജുൻ്റെ വിവാഹത്തിന് മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും ഞാൻ പ്രീതിയുടെ വിവാഹം നടത്തിയിരിക്കും. ഇത് സത്യഭാമയുടെ വാക്കാണ്. അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇനി ശാലിനിയും വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സത്യഭാമ. അന്നേരം ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഇത്ര കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാമയെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ആകെ അങ്ങ് മനസ്സിൽ ദേഷ്യപ്പെടുകയാണ്. ഈ കിളവൻ എന്തോ നിന്റെ സൂക്കേടാണ്, കാര്യങ്ങൾ ഒരുവിധം സക്സസ് ആയി വന്നതാണെന്ന്. അന്നേരം ഒന്നും ഇനി ആലോചിക്കാനില്ല, എൻ്റെ തീരുമാനം ഇത് തന്നെയാണ്. പക്ഷെ രാഘവേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവൾക്ക് ഒരവസരം കൂടി കൊടുക്കാമെന്ന് ഭാമ പറയുമ്പോൾ ഇനിയും എന്താ അവസരം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് സുസ്മിത. അന്നേരം സത്യഭാമ തൻ്റെ തീരുമാനം പറയുന്നുണ്ട്. പ്രീതിയുടെ 2ാം വിവാഹം ഈ ശാലിനി മുൻപിൽ നിന്ന് നടത്തണം, എങ്കിൽ അവൾക്ക് ഈ വീട്ടിൽ താമസിക്കാമെന്ന് ഭാമ പറയുകയാണ്. അയ്യോ, ഇവളിനി ചെയ്യുമോ, ഇവൾ മുന്നിൽ നിന്ന് നടത്തുമോ, പറ്റില്ലെന്ന് പറയടി എന്നൊക്കെ മനസ്സിലങ്ങ് കരുതുകയാണ് സുസ്മിത. അന്നേരം ശാലിനി തൻ്റെ തീരുമാനം അറിയിക്കുന്നുണ്ട്. എൻ്റെ തല വെട്ടി താലത്തിൽ വെച്ച് തരണം എന്ന് സത്യാമ്മ പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. പക്ഷേ ഇതൊരിക്കലും നടക്കില്ല സത്യാമ്മേ, ഞാൻ നടത്തില്ല, ഞാനത് ചെയ്യില്ല എന്ന് തിരിച്ച് തൻ്റെ തീരുമാനവും ശാലിനി സത്യഭാമയോട് തുറന്നു പറയുന്നുണ്ട്. അന്നേരം ആ തീരുമാനം സുസ്മിതയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. തുടർന്ന് എങ്കിൽ പിന്നെ ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്നെന്നും പറഞ്ഞ് പുറത്തേക്ക് കൈ ചൂണ്ടുകയാണ് ഭാമ. അന്നേരം ഇറങ്ങാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ശാലിനി ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. ഇടയ്ക്ക് പ്രീതി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രീതിയുടെ കൈയൊക്കെ തട്ടി മാറ്റി ശാലിനി അങ്ങ് പോവുകയാണ്. അന്നേരം അമ്മയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിഷ്ണു സത്യഭാമയെന്ന് നോക്കിയിട്ട് ശാലിനിയുടെ പുറകെ പോവുകയാണ് റൂമിലേക്ക്. തുടർന്ന് എന്നാലും ഭാമ ഇത് കുറച്ച് കൂടിപ്പോയെന്ന് വളരെയധികം വിഷമത്തോടു കൂടി രാഘവൻ നായർ വിക്കി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ സത്യഭാമ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. പുറകെ പ്രീതിയും സുസ്മിതയും പോകുന്നുണ്ട്. ഇതേ സമയം റൂമിലേക്ക് ചെന്ന ശാലിനി അലമാരയിൽ നിന്നും തൻ്റെ തുണികളും സാധനങ്ങളും ഒക്കെ ബാഗിലേക്ക് അങ്ങ് പറക്കി വെക്കുകയാണ്. ഇത് കണ്ട് സങ്കടത്തോടെ വിഷ്ണു എന്ന് പറയുന്നുണ്ട്. ശാലിനി, എന്നെ വിട്ട് നീ പോവുകയാണോ? ഞാനാണ് പറയുന്നത് പോകരുതെന്ന്. അന്നേരം ഞാൻ പോയാലേ ഇവിടെ സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത് വിഷ്ണുവേട്ടാന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ശാലിനിയെ പിടിച്ച് തൻ്റെ മുമ്പിലേക്ക് മുഖത്തോട് മുഖം നിർത്തിയിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്നെ പിരിഞ്ഞ് താൻ പോവുകയാണോ എന്ന്. അന്നേരം വിഷ്ണുവേട്ടനെ പിരിഞ്ഞ് ഞാൻ പോവുകയില്ല, ഞാൻ എവിടെ പോയാലും എൻ്റെ ഈ മനസ്സിൽ വിഷ്ണു ഉണ്ടാവും, വിഷ്ണുവേട്ടനെയും കൂടെ കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പറഞ്ഞിട്ട് വീണ്ടും തുണികളൊക്കെ അങ്ങ് പറക്കി ബാഗിലേക്ക് ശാലിനി വയ്ക്കുന്നുണ്ട്. അന്നേരം 2 പേരും കരയുകയാണ്. വിഷ്ണുവും കരയുന്നുണ്ട്, ശാലിനിയും കരയുന്നുണ്ട്. തുടർന്ന് ബാഗും തൻ്റെ ഹാൻഡ് ബാഗും ഒക്കെ എടുത്ത് തോളിലേക്കിട്ട് ഞാൻ പോവുകയാണ് വിഷ്ണുവേട്ടാന്ന് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി പറഞ്ഞ് ശാലിനിയെ റൂം വിട്ട് പുറത്തേക്ക് വരികയാണ്. അന്നേരം ആകെ സങ്കടത്തോടെ അങ്ങ് വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ് വിഷ്ണു. അതേസമയം ഹാളിൽ ഇവളിനി പറഞ്ഞ വാക്ക് പാലിക്കുമോ, പെട്ടിയും കിടക്കാനായിട്ട് പോകുമോ എന്നൊക്കെയുള്ള ആകെ സംശയത്തിൽ സുസ്മിത നിൽക്കുമ്പോൾ മോളിൽ നിന്നും ബാഗൊക്കെ ആയിട്ട് ശാലിനി ഇറങ്ങി വരുന്നുണ്ട്. ആഹാ, അടിപൊളി, അവൾ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നും പറഞ്ഞ് സന്തോഷത്തിൽ സുസ്മിത നിൽക്കുന്നുണ്ട്. തുടർന്ന് താഴേക്ക് വരുന്ന ശാലിനി സത്യഭാമയോട് സത്യാമ്മയെന്നും പറഞ്ഞ് എന്തോ പറയാനായിട്ട് വരുമ്പോൾ ഒന്നും പറയണ്ട, പൊയ്ക്കോന്നിങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ഭാമ. തുടർന്ന് സങ്കടത്തോടെ പ്രീതിയും രാഘവൻ നായരെയും ഒക്കെ ഒരു നിമിഷം ശാലിനി നോക്കുകയാണ്. അന്നേരം മോളേന്നൊക്കെ രാഘവൻ നായർ വിളിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ ഒരു തീക്ഷ്ണമായൊരു നോട്ടം നോക്കിയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ശാലിനി ഇറങ്ങുകയാണ്. അതേസമയം ശാലിനി അങ്ങ് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ മുകളിൽ നിന്ന് ശാലിനി എന്ന് വിളിക്കുകയാണ് വിഷ്ണു. അന്നേരം കയ്യിൽ ബാഗൊക്കെ തൂക്കി വിഷ്ണു താഴേക്ക് ഇറങ്ങി വരികയാണ്. ഒരു നിമിഷം വിഷ്ണുവിനെയും ബാഗും ഒക്കെ നോക്കിയിട്ട് വിഷ്ണു എന്ന് വിളിക്കുകയാണ് ഭാമ. അന്നേരം ശാലിനിക്ക് സ്ഥാനമില്ലാത്ത സ്ഥലത്ത് ഞാനുമില്ല, ഞാനും പോവുകയാണ് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടതിൽ കാരണം എന്താണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് മനസ്സിലായില്ലമ്മേ, അർജുൻ്റെ ഭാര്യയല്ലേ പ്രീതി, അവരെ തമ്മിൽ പിരിക്കണം എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? ഞാൻ താലി കെട്ടിയ പെണ്ണാണ് ശാലിനി, അവൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെയാണ് ഞാനും ജീവിക്കുന്നത്. അമ്മയുടെ മകളോടൊന്ന് ചോദിച്ചു നോക്ക്, അവൾക്ക് അർജുനെ പിരിയുന്നത് ഇഷ്ടമാണോ, അവളുടെ മനസ്സിൽ എന്താണ്, നല്ല ജീവിതം ഉണ്ടാകാനാണെന്ന് അമ്മ പറയുന്നു, പക്ഷെ പ്രീതിയോട് അമ്മ കാര്യം ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ആകെ അങ്ങ് വയലൻ്റായിട്ട് സംസാരിക്കുകയാണ് ഭാമയോട് വിഷ്ണു. അതേസമയം വിഷ്ണുവേട്ടൻ എന്തിനാ പോകുന്നതെന്നും പറഞ്ഞ് ആകെ വെപ്രാളപ്പെട്ട് ചോദിക്കുകയാണ് സുസ്മിത. പക്ഷേ വിഷ്ണുവിൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ സുസ്മിത അടങ്ങി നിൽക്കുകയാണ്.
കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലായിക്കോളും ഈ അമ്മ തന്നെയായിരുന്നു ശരിയെന്ന് ഭാമ പറയുമ്പോൾ ആ ബാഗ് അങ്ങ് കയ്യിലിരുന്ന ബാഗ് ദേഷ്യത്തോടെ തറയിലേക്ക് വലിച്ചെറിയുകയാണ് വിഷ്ണു. എന്നിട്ട് പറയുകയാണ്, കളിക്കോപ്പിന് വേണ്ടി കെഞ്ചുന്ന പ്രായമല്ല ഞങ്ങളുടേത്, ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്. ഒരു നിമിഷമെങ്കിലും അമ്മ നമ്മളുടെ ഇഷ്ടത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് പ്രീതിയെയും അർജുനെയും തമ്മിലങ്ങ് പിരിക്കണം, എന്നിട്ട് ശാലിനിയെ കൂടി ഇറക്കി വിടണം. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതം എന്താവും? അമ്മ എപ്പോഴും ജീവിക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ ഇവൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് സുസ്മിതയെ നോക്കിയാണ് അത് പറയുന്നത്. അവൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അംശം സ്നേഹമെങ്കിലും നമ്മൾക്ക് തന്നൂടെ? അത് മതി അമ്മയെ, നമുക്ക് ഒരമ്മയോടുള്ള സ്നേഹം എന്താണെന്ന് അമ്മ ഒന്ന് കാട്ടിത്തരുമോ എന്നൊക്കെ വിഷ്ണു അങ്ങ് വയലൻ്റായിട്ട് സംസാരിക്കുമ്പോൾ ഭാമ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് വിഷ്ണുവിൻ്റെ തോള് തട്ടി പറയുകയാണ്, നന്നായിട്ടുണ്ടിടാ നിൻ്റെ അഭിനയം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, നീയും മിടുക്കി തന്നെയാണ്, എൻ്റെ മകനെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്, നീ എവിടെ പോയാലും നിൻ്റെ ഈ ഷാളിൻ്റെ തുമ്പിൽ അവനും കൂടെ കാണുമല്ലോ, മിടുക്കി തന്നെയെന്ന് ശാലിനിയുടെ താടിക്ക് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് ഭാമ പറയുന്നുണ്ട്. തുടർന്ന് സെറ്റിയിലേക്ക് ഇരുന്ന ശേഷം ഭാമ പറയുകയാണ്, ശാലിനി വീട് വിട്ടു പോകണം എന്നുള്ള എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലയെന്ന്. അന്നേരം വിഷ്ണുവും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ശാലിനി പോവുമെങ്കിൽ ഒപ്പം ഞാനും പോവും, സത്യഭാമയുടെ മകൻ തന്നെയാണ് ഞാനും, എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല എന്ന് വിഷ്ണു ദേഷ്യത്തോടെ കടുപ്പിച്ച് പറയുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, എങ്കിൽ വിഷ്ണുവിനും ഈ വീട് വിട്ട് പോകാമെന്ന്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, ഈ ആൻറ്റിക്ക് ഇത് എന്തിൻ്റെ കേടാണ്, ഈ വിഷ്ണുവേട്ടൻ പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ എന്താ നിൽക്കുന്നതെന്നും പറഞ്ഞ് ആകെ നിരാശപ്പെട്ട് സുസ്മിതയും നിൽക്കുന്നുണ്ട്. തുടർന്ന് ആ തറയിലേക്ക് വിഷ്ണു വലിച്ചെറിഞ്ഞ ബാഗ് എടുത്ത ശേഷം ശാലിനിയുടെ കൈ പിടിച്ച് വാ ശാലിനി എന്നും പറഞ്ഞ് അവരിറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം വിഷ്ണു എന്ന് കടുപ്പിച്ച് വിളിക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് വിഷ്ണു തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വിഷ്ണു നീ എങ്ങോട്ടും പോകുന്നില്ല, ഒരിടത്തും പോകുന്നില്ല, ശാലിനിയും പോകുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ഭാമ രാഘവേട്ട എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അതെ, രാഘവൻ നായർ തന്നെയാണ് പറയുന്നത്, ഈ വീടിൻ്റെ ഗൃഹനാഥൻ ഞാനാണ്, ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ എന്ന് രാഘവൻ നായർ തറപ്പിച്ചു പറയുന്നു. അന്നേരം അങ്ങ് ആകെ ദേഷ്യം വരുന്ന ഭാമ പറയുകയാണ്, അപ്പോൾ ഞാൻ ഇറങ്ങാം അല്ലേ രാഘവേട്ട, എൻ്റെ വാക്കിന് വിലയില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനാണ് നിൽക്കുന്നത് എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങേർക്ക് ഇത് എന്തിൻ്റെ കേടാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, നിൻ്റെ വാക്കിന് വിലയില്ല എന്ന് ഇവിടെ ആരാണ് പറഞ്ഞത്? നിനക്ക് പ്രീതിയുടെ കല്യാണം നടത്തണം, അത്രയല്ലേ വേണ്ടുള്ളൂ, അത് നടത്താം എന്ന് രാഘവൻ നായർ പറയുമ്പോൾ അങ്ങനെ ഇങ്ങേരെ കൊണ്ട് ആകെ ഒരു ഉപകാരമുണ്ടായി എന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി രാഘവൻ നായർ പറയുകയാണ്, കല്യാണം നടത്താം, പക്ഷേ അതിനു മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം, പ്രീതിയുടെ വിവാഹത്തിന് മുമ്പ് ഇവളുടെ ഈ സുസ്മിതയുടെ വിവാഹം നീ നടത്തണം, എന്താ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം മുതുകാലൻ എന്ന് മനസ്സിലങ്ങ് കരുതുകയാണ് സുസ്മിത രാഘവൻ നായരെ കുറിച്ച്. അന്നേരം എന്താ പറ്റുമോ എന്ന് വീണ്ടും രാഘവൻ നായർ ചോദിക്കുമ്പോൾ എന്താ വെല്ലുവിളിയാണോ എന്ന് ഭാമ ചോദിക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും നിനക്കെടുക്കാം, എത്ര കാലമായിട്ട് നീ നടക്കുന്നു, എന്തുമാത്രം പൂജകൾ നടത്തി, എന്ത് ഫലം, എല്ലാം വിഫലമായില്ലേ എന്ന് രാഘവൻ നായർ അങ്ങ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് സ്വീകരിക്കുകയാണ്, ഇവളുടെ കല്യാണം ആദ്യം നടത്താം എന്ന് പറഞ്ഞ് സുസ്മിതയെ പിടിച്ച് മുന്നോട്ട് നിർത്തുന്നുണ്ട്. അന്നേരം അത് ആൻറ്റി എന്നും പറഞ്ഞ് ആകെ വിളറി വെപ്രാളപ്പെട്ട് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം നടത്താം മോളെ എന്നും പറഞ്ഞ് ഭാമ ആശ്വസിപ്പിക്കുകയാണ് സുസ്മിതയെ. തുടർന്ന് വിഷ്ണുവിനോട് ചെന്ന് ഭാമ ചോദിക്കുകയാണ്, സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞാൽ നീ ശാലിനെ ഇറക്കി വിടുമോ എന്ന്. അന്നേരം ആദ്യം സുസ്മിതയുടെ വിവാഹം നടക്കട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കും, 17 ദിവസത്തിനകം ഞാൻ സുസ്മിതയുടെ വിവാഹം നടത്തിയിരിക്കും, ഇത് സത്യഭാമയുടെ വാക്കാണ് എന്ന് ശാലിനിയെയും വിഷ്ണുവിനെയും നോക്കി ഭാമ പറയുകയാണ്. അന്നേരം ആകെ അങ്ങ് പിന്നെ നിരാശപ്പെട്ട് നിൽക്കുകയാണ് സുസ്മിത. ഇനിയിപ്പോൾ ഈ തള്ള എൻ്റെ കല്യാണം നടത്താനാണോ വെപ്രാളപ്പെടുന്നത്, ഞാൻ ഈ ചെയ്തു കൂട്ടിയതെല്ലാം വെറുതെ ആയല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ചങ്ങ് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് മോളെന്നും പറഞ്ഞ് സുസ്മിതയൊന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതോളം പറഞ്ഞിട്ട് ഭാമ അങ്ങ് മുറിയിലേക്ക് പോവുകയാണ്. അല്ലെ ഈ കാരണവരെല്ലാം തൊലച്ചു, നല്ലൊരു സീൻ കുളമാക്കി എന്നും പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് സുസ്മിത. അന്നേരം വിഷ്ണുവിനോടും ശാലിനിയോടും രാഘവൻ നായർ പറയുകയാണ്, വിഷ്ണു ശാലിനിയും അകത്ത് പോ, രാഘവൻ നായരാണ് പറയുന്നത്, പോ എന്നും പറഞ്ഞ് ആകെ അങ്ങ് കടുപ്പിച്ച് രാഘവൻ നായർ സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ബാഗ് പ്രീതി ഓടിപ്പോയി വാങ്ങുകയാണ്. എന്നിട്ട് ശാലിനിയുടെ കയ്യിൽ നിന്നും ബാഗും വാങ്ങിയിട്ട് വിഷ്ണുവേട്ടനും ശാലിനിയും വന്നേ മുറിയിലേക്ക് പോകാമെന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പ്രീതി അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അങ്ങനെ താറി അവിടെ നിൽക്കുന്ന സുസ്മിതയെ നോക്കിയിട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, എടി സുസ്മിതേ, നീ അകത്തേക്കോ പുറത്തേക്കോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അകത്തേക്ക് ഫാമാൻറ്റിയുടെ കൂടെ എന്ന് പറയുകയാണ്. എങ്കിൽ കയറി പോടിയെന്ന് രാഘവൻ നായർ അങ്ങ് കടുപ്പിച്ച് പറയുമ്പോൾ അങ്ങ് പേടിച്ച് സത്യഭാമയുടെ മുറിയിലേക്ക് പോവുകയാണ് സുസ്മിതയും.
തുടർന്ന് കാണിക്കുന്നത് രാത്രിയാണ്. കുടുംബശ്രീ ഹോട്ടലിൻ്റെ ഒരു മൂലയ്ക്കിരുന്ന് തൻ്റെ സഞ്ചിയിൽ നിന്നും കുറച്ച് പൈസ എടുത്തിരുന്ന് എണ്ണുകയാണ് ഭാനുമതി അമ്മ. അന്നേരം പിറകിലൂടെ വരുന്ന ശാരദാമ്മ അതങ്ങ് പിടിച്ചു വാങ്ങിച്ചിട്ട് നിങ്ങൾക്കിത് എവിടെന്നാ ഇത്രയും കാശ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതെനിക്ക് തെണ്ടി കിട്ടിയതാണ് എന്ന് ഭാനുമതി അമ്മ പറയുമ്പോൾ, റോഡിൽ വിശന്ന് വലഞ്ഞ് തലചുറ്റി വീണതല്ലേ, ഭക്ഷണം പോലും കഴിക്കാൻ കാശില്ലാതെ, പിന്നെ ഇതെപ്പോൾ എവിടെന്നാ എന്ന് ശാരദാമ്മ വീണ്ടും ചോദിക്കുമ്പോൾ, കുറച്ച് കാശ് ഞാൻ എപ്പോഴും കരുതി വെച്ചിരിക്കും, ഞാൻ എവിടെയെങ്കിലും വീണ് പോയാൽ ഹോസ്പിറ്റൽ ചിലവിനായിട്ടും മറ്റും വേണ്ടേ. ശാരദാമ്മയ്ക്ക് എന്നെ സംശയമാണെങ്കിൽ ഞാനിവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് തൻ്റെ സഞ്ചിയും എടുത്തങ്ങ് തറയിൽ നിന്നങ്ങ് എഴുന്നേൽക്കുകയാണ് ഭാനുമതി അമ്മ. അന്നേരം ശാരദാമ്മ ഓർക്കുന്നുണ്ട് ശ്യാമ പറഞ്ഞ കാര്യങ്ങൾ. അവർ എവിടെന്നെങ്കിലും കട്ടതോ പിടിച്ചു പറിച്ചതോ കൊണ്ടുവന്നാണെങ്കിലോ വല്ല കൊള്ളക്കാരോ ആണെങ്കിലോ എന്നൊക്കെ ശ്യാമ പറഞ്ഞത് ശാരദാമ്മ അങ്ങ് ഓർത്ത് നിൽക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കുടുംബശ്രീയിലേക്ക് പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും ഒരു വനിതാ കോൺസ്റ്റബിളും പോലീസും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് എന്താ പ്രശ്നമെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ, ശാരദാമ്മ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, മഹാത്മാഗാന്ധി കോളേജിൽ വിളമ്പി ഭക്ഷണത്തിൽ ഭക്ഷ്യവിഷബാധയുണ്ട്, 50ഓളം കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലാണ്, അവർക്കൊക്കെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവിടുന്ന് കൊണ്ടുപോയ ആ ഭക്ഷണം കഴിച്ചതിൽ പിന്നാലെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ശാരദാമ്മ വരണം എന്ന് പറയുമ്പോൾ അങ്ങ് ആകെ അന്തം വിട്ട് അയ്യോ എന്നും പറഞ്ഞ് വായിക്ക് കൈയും കൊടുത്ത് നിൽക്കുകയാണ് ശാരദാമ്മ. പക്ഷെ പോലീസിനെ കണ്ട് ആകെ പേടിച്ച് പുറകോട്ട് മാറുകയാണ് ഭാനുമതി അമ്മയും. അന്നേരം കുഞ്ഞുങ്ങൾക്കാണോ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് ശാരദാമ്മ തിരക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, അധ്യാപകരും മറ്റ് ജീവനക്കാർക്കും ഒക്കെയുണ്ട്. പക്ഷെ അവരുടെയൊന്നും നില അത്ര ഗുരുതരമല്ല. ശാരദാമ്മ ഒന്ന് സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞ് പോലീസുകാർ നിൽക്കുകയാണ്. അന്നേരം ആകെ പേടിച്ചും ഭയപ്പെട്ടും ശാരദാമ്മ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്